Good morning. Good morning, Miss. Morning. Good morning, ma'am. Good morning. Good morning. ക്രിസ്റ്റി മാത്യു എന്ന് പേരുള്ളത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? Good morning, ma'am. Good morning. ക്രിസ്റ്റി മാത്യു എന്ന് പേരുള്ളത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? നിങ്ങൾക്കറിയാമോ? അറിയില്ല. ഓക്കെ. ഇങ്ങനെയുണ്ടായി സാറ്റർഡേ സൺഡേസ് ഒക്കെ? ഓക്കെ. കുറച്ച് കുട്ടികളെ കയറിയിട്ട് എടുക്കാം ക്ലാസ്. 11 പേരായിട്ടുള്ളൂ. ഭക്ഷണം കഴിച്ചോളുന്നു രാവിലെ? എനിക്ക് ഒരു മാരീഡ് അല്ലേ? കുട്ടികളൊക്കെ ഉള്ളല്ലേ ക്ലാസ്സിലൊക്കെ പോയെല്ലാവരും? ക്രിസ്മസ് ഓണത്തിന് മുമ്പാണോ? എന്താണോ? എക്സാം എന്നാണ് ഞാൻ ക്രിസ്മസ് എന്നാണ് വായിച്ചത്. സോറി കേട്ടാ. എക്സാം ഓണത്തിന് മുൻപ് ചിലപ്പോ. ഞാൻ തരം ചോദിച്ചത് പ്രൊഫൈൽ പിക്ചറിലെ ആൺകുട്ടിയുടെ പിക്ചറാ കണ്ടത്. ചില കുട്ടികള് അങ്ങനെ ഇട്ടിട്ടത് ചിലപ്പോ അത് പെൺകുട്ടി ആവാറുണ്ട്. അങ്ങനെയാണ് ചോദിച്ചതാണ് കേട്ടോ.
Okay, very good morning to all. Next chapter എടുക്കുകയാണ് chapter 7 disaster management. Disaster management. നമ്മുടെ ഈ ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളില് കോമൺ ആയിട്ട് ഡിസാസ്റ്റർ എന്താണ് അതിനെ കുറിച്ചിട്ട് മാത്രമുള്ളൊരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. കോമൺ ഡിസാസ്റ്റർ അതായത് പ്രധാനമായിട്ടുള്ള നാശനഷ്ടം അല്ലെങ്കിൽ എന്താണ് പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ദുരന്തങ്ങൾ എന്തൊക്കെയാണ്, ഏത് ടൈപ്സ് ആണ്, എവിടെയാണ് ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടായിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങുന്ന കുറച്ചൊരു പൊതുവായിട്ട് ജനറൽ ആയിട്ട് ഡിസാസ്റ്ററിനെ കുറിച്ചിട്ട് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന് ശേഷമാണ് നമ്മൾ ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിലേക്ക് പോകുന്നത് കേട്ടോ. പെട്ടെന്ന് ഇത് കേൾക്കുമ്പോ ഇനി ഇത് ഹിസ്റ്ററി ആണോ എക്കണോമിക്സ് ആണോ എന്നൊക്കെ ഉള്ള രീതിയിൽ ചിലർ ഇടയ്ക്കിട്ട് ക്ലാസ്സിൽ കയറുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നും. അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതിന്റെ ഒരു ജനറൽ ആയിട്ട് ഡിസാസ്റ്ററിനെ കുറിച്ചിട്ട് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ WHO ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്, അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് പകരം വേറൊരു ഡെഫിനേഷൻ ഞാൻ പറഞ്ഞുതരാം, അപ്പൊ ഒന്ന് നോട്ട് ചെയ്തിരിക്കണം കേട്ടോ. യെസ്, disaster management. Disasters have been in existence ever since the history of mankind and have molded the destiny of Earth and its people. The disaster event affects every community and no community is free from it. The disaster may be the second major problem after war in respect of monetary damage and the number of people killed or affected. Millions of fall victims annually by natural disasters and result in a number of deaths, suffering and economic losses. And the poorest countries are mostly affected by disasters economically and socially. Disaster management can be defined as the organization and management of resources and responsibilities for dealing with all humanitarian aspects of emergencies. In particular, preparedness, response, and recovery, and in order to reduce the after effects of disasters. So, disaster എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ദുരന്തം, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ സിറ്റുവേഷൻ എങ്ങനെയാണ്? എല്ലാം നഷ്ടപ്പെടും അല്ലെ? എല്ലാ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ മനുഷ്യരാശിയുടെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ഹിസ്റ്ററീസ് തുടങ്ങി നോക്കുകയാണെങ്കിൽ നമ്മളുടെ എന്താണ് പണ്ടത്തെ കാലം മുതൽ, ചരിത്രാതീത കാലം മുതൽ എന്താണ് എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിസാസ്റ്റേഴ്സ്, പലതരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെ? അത് ഒരേപോലെ തന്നെ മനുഷ്യനും പ്രകൃതിക്കും ഒരേപോലെ തന്നെ എന്താണ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലാണ് എല്ലാ ദുരന്തങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, യെസ്, നമ്മള് പണ്ട് പറഞ്ഞിട്ടുണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്, 90-ലെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് സുനാമി അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ട്. ഇപ്പൊ നമ്മുടെ റീസെന്റ് നടന്ന ചൂരൽമലയിൽ, വയനാട്ടിലെ ചൂരൽമലയിൽ നടന്ന ലാൻഡ് സ്ലൈഡ് അല്ലെ, അതുവരെ എന്താണ് ഏറ്റവും വലിയൊരു അപകടമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോ പേരാണ് അവിടെ മരിച്ചത്. ഓക്കെ, നമ്മൾ അതൊക്കെ കണ്ട വീഡിയോസ് ന്യൂസ് ഒക്കെ കണ്ടവരാണ് നിങ്ങൾ എല്ലാവരും. അതിൽ തന്നെ നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു അല്ലെ, ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു. ആ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോ അവിടെ എന്തൊക്കെ സംഭവിച്ചു? എന്തൊക്കെയാണ് സംഭവിച്ചത്? എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്? പല ജീവനുകളും നഷ്ടപ്പെട്ടു അല്ലെ? പലതും ചെറുതായിട്ട് പല ജീവനുകളും നഷ്ടപ്പെട്ടു. ഇക്കണോമിക്കലി എന്താണ് അവർക്ക് ഒരു ബാധ്യത സംഭവിച്ചു? എന്താണ് പല കെട്ടിടങ്ങള് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിന്റെ ഒരു പോർഷൻ തന്നെ ഇല്ലാതെ അല്ലെ? ഒരു സ്കൂൾ അടക്കം അല്ലെങ്കിൽ കുറെ പേരുടെ വീടുകള് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ് അവിടെ ഇല്ലാണ്ടായത് അല്ലെ? ആ ഏരിയ തന്നെ കംപ്ലീറ്റഡ് ആയിട്ട് പോയി. ഇത് നമ്മൾ ആ വിഷ്വൽസ് കാണുന്ന സമയത്ത് ഒരു പുഴയാണ് അല്ലെ? ഒരു പുഴ പോലെ ആയി കഴിഞ്ഞ ഒരു പ്രദേശം കംപ്ലീറ്റ് ആയിട്ട്. ഇവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു, മലയും കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സംഭവത്തെ തുടർന്ന് എന്താണ് അതെല്ലാം ഇല്ലാതായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് അഫക്ട് ചെയ്യുന്നത് ഒരു മനുഷ്യനെയും അല്ലെങ്കിൽ ആ ഒരു പ്രകൃതിനെയും കൂടി തന്നെയാണ് അവിടെ ആ നാശനഷ്ടങ്ങൾ കൊണ്ടുവരുന്നത്. നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ, മനുഷ്യരാശിയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ എന്താണ് ആ കാലഘട്ടം മുതൽ ഇപ്പൊ വരെ എന്താണ് ഈ ദുരന്തങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ഇതേപോലെ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് എപ്പോഴും എന്താണ് ഈ ഒരു മൺസൂൺ സീസൺ അല്ലെങ്കിൽ മഴക്കാലത്താണ് ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് സംഭവിക്കുന്നത് എപ്പോഴാണ്? മഴയുടെ ആ ഒരു സമയം ആവുമ്പോഴാണ്, പ്രത്യേകിച്ച് ഹില്ലി ഏരിയാസിലുള്ള സ്ഥലങ്ങളിൽ. Okay, the disaster even affects every community and no community is free from it.
ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്, അതൊരു കമ്മ്യൂണിറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് അത് ബാധിക്കുന്നു. ഒരു കമ്മ്യൂണിറ്റിനെ പോലെ എന്താണ് അതിൽ നിന്ന് അമുക്തരാകുന്നില്ല. സംഭവിക്കുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് സംഭവിക്കുന്ന രീതിയിലാണ് അത് നടക്കുന്നത്. The disasters may be second major human problem after war. ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? യുദ്ധത്തെ എടുത്ത് നോക്കിയില്ലെങ്കിൽ യുദ്ധമാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം അല്ലെ. നമുക്ക് വാറാണ് ഏറ്റവും ഫസ്റ്റ് മേജർ ഡിസാസ്റ്റർ. അല്ലെങ്കിൽ മനുഷ്യരാശിയെ ഭീഷണിപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണ് എന്ത്? വാർ എന്ന് പറയുന്നത് അല്ലെ. യെസ്, യുദ്ധം എന്ന് പറയുന്നത്. അതിന് ശേഷം സെക്കൻഡ് മേജർ ഹ്യൂമൻ പ്രോബ്ലം ആണ് എന്ത്? ഡിസാസ്റ്റർ. അത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. Disaster may be the second major human problem after war. യുദ്ധം കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് പൊസിഷൻ കൊടുക്കുന്ന എന്തിനാണ്? ഡിസാസ്റ്ററിനാണ്, അല്ലെങ്കിൽ ദുരന്തങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആ ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ. In respect of monetary damage and the number of people killed or affected. എന്താണ് ഇതൊരു വാറാണെങ്കിലും ഡിസാസ്റ്റർ ആണെങ്കിലും എന്താണ് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മോണിറ്ററി ഡാമേജസ് ആണ് സംഭവിക്കുന്നത്. അതായത് നമ്പർ ഓഫ് പീപ്പിളിനെയാണ്, അതായത് ഒരുപാട് പേര് മരണപ്പെടുന്നു, മറ്റുള്ളവർ എന്താണ് അത് അഫക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ചിലപ്പോ മരിക്കാതെ എന്താണ് പല അവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് എല്ലാവരും ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. ചിലരെന്താണ് മരണപ്പെടുന്നു. നമ്പർ ഓഫ് പീപ്പിൾ ഏറ്റവും കൂടുതൽ എണ്ണം കൂടുതൽ എപ്പോഴും മരണപ്പെട്ടവരുടെ ആയിരിക്കും. അഫക്ട് ചെയ്തവരും അത്രയും തന്നെ വരാറുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും അവയവങ്ങൾ നഷ്ടപ്പെട്ടവരായിട്ടും എന്താണ് അവർക്ക് ജീവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറ്. Millions of people fall victims annually by natural disasters and result in number of deaths, suffering and economic losses. ഇനി നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് സംഭവിക്കുമ്പോൾ അല്ലെ, അതായത് പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അതിന്റെ വിക്ടിംസ് ആവുന്നത് ആരൊക്കെയാണ്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് സംഭവിക്കുന്ന സമയത്ത് പിള്ളേരെ ജനങ്ങളെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അല്ലെ. അതിന്റെ ഒരു ദുരന്തം നടന്നതിന്റെ മെയിൻ റിസൾട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഡെത്ത് ആണ് അല്ലെ. ഡെത്ത്, മരണങ്ങൾ സംഭവിക്കുന്നതോടൊപ്പം തന്നെ സഫറിംഗ് ആൻഡ് ഇക്കണോമിക് ലോസസ്. എന്താണ് സഫറിംഗ് ആൻഡ് ഇക്കണോമിക് ലോസസ് എന്ന് പറയുന്നത്? എന്താണ്? നിരവധി കഷ്ടപ്പാടുകൾക്കും സാമ്പത്തിക നഷ്ടങ്ങൾക്കും ഇത് കാരണമാകുകയാണ് അല്ലെ. നിരവധി കഷ്ടപ്പാടുകൾക്കും അതോടൊപ്പം തന്നെ എന്താണ് സാമ്പത്തിക നഷ്ടങ്ങൾക്കും ഇത് കാരണമാകുന്നു. And the poorest countries are mostly affected by disasters, economically and socially. ഇത് ഏതൊക്കെ രാജ്യങ്ങളെയാണ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത്? പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പൂവറസ്റ്റ് കൺട്രീസിനാണ്, അതായത് ദരിദ്ര രാജ്യങ്ങളെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് അഫക്ട് ചെയ്യുന്നത് അല്ലെ. Poorest countries are mostly affected by disaster, economically and socially. അതിനെ രണ്ട് തരത്തിലൂടെ ബാധിക്കുന്നത്. സോഷ്യൽ ആയിട്ടും ഇക്കണോമിക്കലി ആയിട്ടും എന്താണ് ദരിദ്ര രാജ്യങ്ങൾക്ക് ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്, അതുകൂടി അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. Poorest countries are mostly affected by disasters. Yes. Disaster management can be defined as the organization and management of resources and responsibility for dealing with all humanitarian aspects of emergencies. ഇനി ഇവിടെ ചെറിയ രീതിയിൽ ഡിസാസ്റ്റർ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് പറയുന്നത്? Disaster management can be defined as the organization and the management of resources and responsibility for dealing with the humanitarian aspects of emergency. നമ്മൾ ഡിസാസ്റ്റർ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസാസ്റ്റർ മാനേജ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ നമ്മള് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അല്ലെ, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യണം. അതായത് എന്താണ് പലതരത്തിലുള്ള റിസോഴ്സസ് അവിടെ എത്തിക്കേണ്ടി വരും അല്ലെ. നമുക്കിപ്പോ ചൂരൽമലയുടെ ഡിസാസ്റ്റർ നമ്മൾ എടുത്തു നോക്കി. ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞപ്പോ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് എന്താണ് അതിനെ കൺട്രോൾ ചെയ്താൽ അതിനെ മാനേജ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ ഗവൺമെന്റ് തന്നെ കുറെ ടീമിനെ ഇറക്കുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവരൊന്നും എന്താണ് കുറെ പേര് രക്ഷിച്ച് അല്ലെങ്കിൽ പരിക്ക് പറ്റി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാത്തവരെന്താണ് ഇപ്പൊ
കുടുങ്ങി കിടന്ന ആൾക്കാരൊക്കെ പല റിസോഴ്സസ് അല്ലെങ്കിൽ പല എഫേർട്സ് ഒക്കെ എടുത്തുകൊണ്ടാണ് അവരെ അതിനകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് പിന്നെന്താണ് കാണാതായവരെ അന്വേഷിച്ച് മണ്ണിനടിയിൽ പെട്ടുപോയവരുണ്ട് അവരെയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതൊക്കെ എന്താണ് കംപ്ലീറ്റ് കുറെ പേരെ രക്ഷിക്കുകയും ചെയ്തു. കുറെ പേര് എന്താണ് മരണമടഞ്ഞവരെ എന്താണ് നമ്മള് അതിൽ മാറ്റി മോർച്ചറിയിലേക്ക് മാറ്റേണ്ട ആൾക്കാരെ എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിന് മോർച്ചറിയിലേക്ക് മാറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാണ് അല്ലെ. ഒരു സംഭവം നടന്നതിൽ ഒരു പൂർണ്ണ ഉത്തരവാദിത്വം ഡിസാസ്റ്റർ മാനേജ് ചെയ്യാന്ന് പറയുന്നത്. അതായത് എല്ലാ എമർജൻസീസും നല്ല രീതിയിൽ എല്ലാ റിസോഴ്സസും അവൈലബിൾ ആക്കിക്കോട്ടെ. അതായത് ഡിസാസ്റ്റർ മാനേജ് ചെയ്യാനുള്ള എല്ലാ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വിഭവങ്ങൾ അല്ലെ. അത് മാനേജ് ചെയ്യുന്ന നിയന്ത്രിക്കുന്ന തരത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കാം. അതൊക്കെ കൊടുത്തുകൊണ്ട് എന്താണ് ആ ദുരന്തത്തിന് ഒരു പരിധി വരെ നമ്മള് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് നല്ല പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി ഡീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി ഈ ഡിസാസ്റ്റർ മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് ചെന്നാൽ മതിയോ? പെട്ടെന്നൊക്കെ ചെന്നാൽ മതിയോ? നമുക്കൊന്ന് പ്രിപ്പയർഡ് ആവണ്ടേ അല്ലെ? പ്രിപ്പയർഡ് ആവാതെ പറ്റുമോ? ഒരു ടീം ഇപ്പൊ ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്ന ടീം വെറുതെ അങ്ങോട്ട് ചെന്നാൽ മതിയോ? ഒരിക്കലും അല്ല. എന്ത് വേണം? പർട്ടിക്കുലർ പ്രിപ്പയർനെസ് അല്ലെ. എന്താണ് പർട്ടിക്കുലർ പ്രിപ്പയർനെസ്? എല്ലാ തരത്തിലുള്ള പ്രിപ്പറേഷൻസ് എടുത്തിട്ട് വേണം. അതായത് സേഫ്റ്റി മെഷേഴ്സ് അല്ലെങ്കിൽ അവിടെ ആവശ്യമുള്ള റിസോഴ്സസ് ഏതൊക്കെയാണ്, എപ്പോഴാണ്, എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് ആദ്യം പ്ലാൻ ചെയ്തിരിക്കണം അല്ലെ. ഓക്കെ, അതിനുശേഷം എന്താണ് പ്ലാൻ ചെയ്തതിനു ശേഷം നമ്മൾ എവിടെയാണ് റെസ്പോൺസ് കൊടുക്കേണ്ടത്, എവിടെയാണ് റിസോഴ്സസ് കൊടുക്കേണ്ടത്, ആരെയൊക്കെയാണ് മാനേജ് ചെയ്യേണ്ടത്, അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ റെസ്പോണ്ട് ചെയ്യാം. പക്ഷെ നമ്മൾ ഈ ദുരന്തം റെസ്പോൺസ് ഒരു പ്രിപ്പയർനെസ് ഉണ്ടാക്കിയാൽ പോലും ചില സിറ്റുവേഷൻസിൽ ഇപ്പൊ ഒരു ദുരന്തമല്ല സംഭവിച്ചിരിക്കുന്നത്, നമ്മൾ ഉദ്ദേശിച്ച പോലെ ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ റെസ്പോൺസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നുകൂടി ചിലപ്പോൾ എന്താണ് ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ ചിലപ്പോൾ ചില രീതിയിൽ ചിലപ്പോൾ വരത്ത് കേൾക്കും അല്ലെങ്കിൽ മുന്നിൽ കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചില രീതിയിൽ പെട്ടെന്ന് വന്നാലും ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എങ്കിലും എന്താണ് നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കും. ഡിസാസ്റ്റർ മാനേജ് ചെയ്യാൻ വരുന്ന ടീം പ്രിപ്പയർഡ് ആയിരിക്കേണ്ടതാണ്. അതിനനുസരിച്ച് ആ ഒരു പ്ലാൻ അനുസരിച്ച് എന്ത് ചെയ്യുക അവര് റെസ്പോൺസ് ചെയ്യും. ഇനി എവിടെയൊക്കെയാണ് അഫക്ട് ചെയ്ത് ഈ ദുരന്തം അഫക്ട് ചെയ്തിരിക്കുന്നത് അവിടെ ആ റിസോഴ്സസ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഡിസാസ്റ്റർ മാനേജ് ചെയ്യുക. അങ്ങനെയാണ് മിക്ക ഡിസാസ്റ്റർ മാനേജ്മെന്റ്സും നടക്കുന്നത്. ഓക്കെ, പക്ഷെ സിറ്റുവേഷൻ ബേസ്ഡ് ആയിരിക്കും അല്ലെ. സിറ്റുവേഷൻ ബേസ്ഡ് ആയിരിക്കുള്ള ഈ ഒരു മാനേജ്മെന്റ് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ശരിയല്ലേ? ഒരുപാട് ആൾക്കാരാണ് അതിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ മാനേജ് ചെയ്യാൻ അവർക്ക് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രയും പേരെ മാറ്റാന്നുള്ളത്. നമ്മള് ആ ന്യൂസിൽ തന്നെ എത്രയോ ആംബുലൻസസ് ആണ് ചൂരൽമലയിലേക്ക് ഓടി വന്നത് അല്ലെ. എത്രയോ ആംബുലൻസസ് ആണ്. അതേപോലെ തന്നെ ആൾക്കാർ ക്രൗഡഡ് അതിന്റെ ബാക്കി കുറെ ആൾക്കാർ അത് കാണുമായിരുന്നല്ലോ, അവരെ മാനേജ് ചെയ്യണം. അങ്ങനെ പലതരത്തില് അവിടെ നിൽക്കണം. ഇനി അതേപോലെ തന്നെ എന്താ രക്ഷപ്പെട്ട കുട്ടികളുണ്ടാവും, മുതിർന്നവരുണ്ടാവും, പ്രായമേറിയവരുണ്ടാവും. ഇവർക്കൊക്കെ എന്താണ് ഭക്ഷണം കൊടുക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അല്ലെ സേഫ് ആക്കുകയാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇതൊന്നും കൂടി ബ്രീഫ് ആയിട്ട് പറയാണ്. നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ചരിത്രകാലം മുതൽ തന്നെ എന്താണ് ദുരന്തം എന്നൊരു പ്രക്രിയ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയും അതിൽ നിന്ന് ഫ്രീ ആവുന്നില്ല. ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് എല്ലാ കമ്മ്യൂണിറ്റിനെയും അത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഡിസാസ്റ്റർ ആണ് എന്താ വാറിനെ അപേക്ഷിച്ച് സെക്കൻഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ പ്രോബ്ലം എന്ന് പറയുന്നത്. പിന്നെ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരുപാട് പ്രോബ്ലംസ് സംഭവിക്കുന്നത്, കുറെ പേര് മരണപ്പെടുന്നുണ്ട്, കുറെ പേര് അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് മനുഷ്യരാണ് ഇതിന്റെ ഒരു മെയിൻ വിക്ടിം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് മനുഷ്യനാണ് ഇതിന്റെ മെയിൻ വിക്ടിംസ് എന്ന് പറയുന്നത്. കുറെ പേര് മരണമടയുന്നു, കുറെ പേർക്ക് എന്താണ് പലതും നഷ്ടപ്പെടുന്നു, ഇക്കണോമിക് ലോസസ് ഉണ്ടാകുന്നു. ഇനി ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് ദരിദ്ര രാജ്യങ്ങളെയാണ്. ഇനി ഡിസാസ്റ്റർ മാനേജ് ചെയ്യാന്ന് പറയുന്നത് എന്താണ് ഒരു ഓർഗനൈസേഷൻ എല്ലാ റിസോഴ്സസും കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അപൂർണ്ണ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എന്താണ് അഫക്ട് ചെയ്ത അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യുന്നതിനെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പർട്ടിക്കുലർ ആയിട്ട് പ്രിപ്പയർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്രിപ്പയർഡ് ചെയ്ത് പ്ലാൻ ചെയ്തതിനു ശേഷമായിരിക്കണം ആ ഒരു ഡിസാസ്റ്റർ നടന്ന സ്ഥലത്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഇപ്പൊ പറഞ്ഞ പാരഗ്രാഫിലെ?
പല പ്രാവശ്യം പറഞ്ഞത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ ഡിസാസ്റ്ററിന്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. WHO ആരാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് ഡിസാസ്റ്ററിനെ കുറിച്ചിട്ട്. WHO defines disaster as any occurrence that cases, അതായത് ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്? ഡാമേജ്. ഇനി ഇവിടെ ഒരു പോയിന്റ് കൂടി നിങ്ങൾ എഴുതി ചേർക്കണം. ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ. ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ എന്നാണ്. ഇവിടെ ഡിസ്ട്രപ്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ. ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ ആക്കാം കേട്ടോ. എന്താ നിങ്ങളുടെ കേട്ടോ? എന്താണ് ഇക്കോണമിക്കൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്? പാരിസ്ഥിതിക തകർച്ചകൾ അല്ലെ? പാരിസ്ഥിതിക തകർച്ച. Then loss of human life. Loss of human life. എന്താണ് loss of human life? മനുഷ്യ ജീവിതം നഷ്ടപ്പെടുന്നു അല്ലെ? മനുഷ്യരുടെ ജീവിതം നഷ്ടപ്പെടുകയാണ്, ഡെത്ത് സംഭവിക്കുന്നു. പിന്നെ എന്താണ്? Deterioration of health and health services on a scale sufficient to warrant an extraordinary response from outside and outside. Yes, ജീവൻ നഷ്ടപ്പെടാൻ. Outside the affected community or area. WHO ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ എന്തിനൊക്കെ അപകടം സംഭവിക്കുമ്പോഴാണ് നമ്മൾ അതിനൊരു ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത്? ഡാമേജസ് അല്ലെ? ഡിസാസ്റ്റർ സംഭവിക്കുന്നതാണ് തകർച്ച ഉണ്ടാകുന്നത് പല സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ മനുഷ്യരും പ്രകൃതിക്കും ഒരേപോലെ തന്നെ എന്ത് സംഭവിക്കുന്നു? ഡാമേജ് സംഭവിക്കുന്നത്. ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ. ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ എന്താണ്? പരിസ്ഥിതി ഒട്ടാകെ തകരാതെയാണ് അല്ലെ? പാരിസ്ഥിതികമായിട്ട് തകർച്ച സംഭവിക്കുമ്പോൾ, മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ, ഡാമേജ് സംഭവിക്കുമ്പോൾ, പാരിസ്ഥിതിക തകർച്ച ഉണ്ടാവുമ്പോൾ, മനുഷ്യ ജീവിതം നഷ്ടപ്പെടുമ്പോൾ. പിന്നെ എങ്ങനെയാണ്? Deterioration of the health and services on scale sufficient to warrant an extraordinary response from outside affected community or area. അപ്പൊ ഇത്തരം ഏതെങ്കിലും സംഭവങ്ങളിൽ, അതായത് ഈ മൂന്ന് കാര്യങ്ങളിൽ എന്തെങ്കിലും സംഭവിക്കും, അതായത് ബാധിത സമൂഹത്തിനോ പ്രദേശത്തിനോ സംഭവിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഒരു ദുരന്തമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം സംഭവങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിന് ഉടനടി കൊടുക്കുന്നത്, ഒരു കമ്മ്യൂണിറ്റിക്ക് ഉടനടി കൊടുക്കുന്ന ഒരു റെസ്പോൺസ് ആണ് എന്ത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു കമ്മ്യൂണിറ്റിക്ക് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായി, അതായത് ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, ഡാമേജ് ഉണ്ടായി, ഇക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻ ഉണ്ടായി, ഹ്യൂമൻ ലൈഫിന് എന്താണ്? മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഈ മൂന്ന് സിറ്റുവേഷൻ, ഇങ്ങനെ ഈ മൂന്ന് സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ അതിനെ എന്തായിട്ട് കണക്കാക്കുന്നത്? ഡിസാസ്റ്റർ ആയിട്ട് കണക്കാക്കുന്നത്. ഇതിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യെസ്, ഇത് WHO ഒരു ഡെഫിനേഷൻ ആണ്. ഇനി നിങ്ങൾക്ക് ഞാൻ ഒരെണ്ണം പറഞ്ഞുതരാം. ഇത് തന്നെ കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത് WHO തന്നെ മറ്റൊരു ഡെഫിനേഷൻ ആണ്. അതൊന്ന് നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. നോട്ട് ചെയ്തെടുക്കാം. പേനുണ്ടോ കയ്യില്? Disaster is an event. Disaster is an event. Disaster is an event that disrupts. Distrupts. Distrupts. ഒന്നുകൂടി പറയാം. Disaster is an event that disrupts the normal functioning of, that disturbs the normal functioning of a community or society. A community or society. Community or society. And causes C-A-U-S-E-S, and causes suffering, that suffering that exceeds
Exceeds. 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 Exceeds the community. Exceed the community. Exceeds the community. Ability to cope. Ability to cope. COPE. Cope means നേരിടുക എന്ന്. Ability to cope. 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 നേരിടുക അല്ലെങ്കിൽ ചെറുക്കുക എന്നൊരു മീനിങ് ആണ് കേട്ടോ കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. ആ ഡെഫിനിഷൻ ഒന്ന് ശ്രദ്ധിക്കണേ. ഒന്നുകൂടി വായിക്കാം. Disaster is an event. Disaster is an event that disrupts the normal functioning of a community or society and causes suffering that exceeds the community ability to cope. 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 Ability to cope. Yes. ഒന്ന് വായിച്ചു നോക്കിയ ഡെഫിനേഷൻ. അതാണോ ഇതാണോ എളുപ്പമൊന്ന് നോക്കിയ നിങ്ങൾക്ക്? ടെക്സ്റ്റിലുള്ളതാണോ ഇപ്പൊ പറഞ്ഞു തന്ന ഡെഫിനേഷൻ ആണോ ക്ലിയർ എന്ന? മനസ്സിലാവുന്നുണ്ടോ ഡെഫിനിഷൻ? എന്താണ് ഇവിടെ ഡിസാസ്റ്റർ എന്ന് സൂചിപ്പിക്കുന്നത്? ഡിസാസ്റ്റർ ഇസ് ആൻ ഇവന്റ് അല്ലെ? ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു ഇവന്റ് ആണ്. എന്തിനെയാണ് നോർമലി ഇഫക്ട് ചെയ്യുന്നത്? എന്തിനെയാണ്? കമ്മ്യൂണിറ്റിനെ അല്ലെങ്കിൽ സൊസൈറ്റിനെയാണ് അത് എന്ത് ചെയ്യുന്നത്? അഫക്ട് ചെയ്യുന്നത്. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദുരന്തം ഉണ്ടായി കഴിഞ്ഞാല് ഇത് എന്തിനൊക്കെ കാരണമാകുന്നു? മൊത്തം കമ്മ്യൂണിറ്റിനെയാണ് അത് നശിപ്പിക്കുന്നത് അല്ലെ? മൊത്തം കമ്മ്യൂണിറ്റിനെ അത് നശിപ്പിക്കുകയാണ്. ദാറ്റ് ഈസ് ഡിസാസ്റ്റർ. ഓക്കെ, ഇതാണ് ഒരു ദുരന്തം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിക്ക്. ഇപ്പൊ നമ്മള് ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യൻ മരണപ്പെടുകയോ അല്ലെങ്കിൽ പ്രകൃതിക്കും ഇക്കണോമിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിന് ഒരേപോലെ ഈ 3 കാര്യങ്ങളില് ഒരേപോലെ തകർച്ച സംഭവിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ ഒരു ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത് കേട്ടോ. ഓക്കെ, മനുഷ്യരാശിക്കും അതേപോലെ തന്നെ പ്രകൃതിക്കും ഒരേപോലെ എന്ത് സംഭവിക്കണം? അഫക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? ഇനി നമുക്ക് ഈ ഡിസാസ്റ്റേഴ്സ് 2 ടൈപ്സ് ഉണ്ട്. ഡിസാസ്റ്ററുകൾ 2 ടൈപ്സ് ഉണ്ട്. ജനറൽ ഡിസാസ്റ്റേഴ്സ് 2 ടൈപ്സ് ഉണ്ട്. എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ആൻഡ് ഇന്റേണൽ ഡിസാസ്റ്റർ. നോക്കാം, എക്സ്റ്റേണൽ ഡിസാസ്റ്ററുകൾ എന്തൊക്കെയാണ് വരുന്നത് പഠിക്കണം കേട്ടോ. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തരാറുണ്ട് ക്വസ്റ്റ്യൻസിൽ. അപ്പൊ രണ്ടും ഓർത്ത് വെക്കുക. എക്സ്റ്റേണൽ ഏതാ വരുന്നത്, ഇന്റേണൽ ഏതാണെന്ന് നമ്മൾ ഓർത്ത് വെക്കണം. ഫസ്റ്റ് വൺ എന്താണ്? ട്രെയിൻ ആക്സിഡന്റ്, ബോട്ട് ആക്സിഡന്റ്, കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ്, എക്സ്പ്ലോഷൻ, ഫ്ലഡ്, എയർപ്ലെയിൻ ആക്സിഡന്റ്, ടൊറന്റോ ആൻഡ് സുനാമി എർത്ത്ക്വേക്ക്, മാൻമെയ്ഡ് ഡിസാസ്റ്റർ ലൈക്ക് ഫ്ലഡ്സ്. നമുക്കറിയാം എക്സ്റ്റേണൽ ഡിസാസ്റ്റർ വരുന്നത് ഒന്ന് ട്രെയിൻ ആക്സിഡന്റ്, ബോട്ട് ആക്സിഡന്റ്, കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ്സ്. ഇതിൽ കോംപ്ലക്സസിലൊക്കെ അപകടങ്ങൾ അല്ലെങ്കിൽ തീപിടുത്തമൊക്കെ സംഭവിക്കുന്ന കിട്ടില്ലേ നമ്മള്. ഓക്കെ, അതുകൊണ്ട് എക്സ്പ്ലോഷൻ എന്താണ്? എക്സ്പ്ലോഷൻ നമുക്ക് പലതരത്തിൽ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയാണ് തീപിടുത്തങ്ങള്, കെമിക്കൽ എക്സ്പ്ലോഷൻസ് ഉണ്ടാവാറുണ്ട്, സ്ഫോടനങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലെ? യെസ്. ദെൻ ഫ്ലഡ് അല്ലെ? ഫ്ലഡ് എന്താണ്? ബോംബ് ബ്ലാസ്റ്റ് അതിൽ വരില്ല. ബോംബ് ബ്ലാസ്റ്റ് വരും കേട്ടോ. എക്സ്പ്ലോഷന്റെ ബോംബ് ബ്ലാസ്റ്റ് ഫസ്റ്റും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യൻ ഡിസാസ്റ്റേഴ്സിലെ ബോംബ് ത്രെട്ട് വരുന്നുണ്ട്. ബോംബ് ത്രെട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോ അതൊരു ഭീഷണി മാത്രമാണ് അല്ലെ? ബോംബ് ത്രെട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോംബിടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭീഷണി വരാറുണ്ട് അല്ലെ? അതായത് ഇടും എന്നുള്ളത്.
സമയം ഇന്ന ദിവസം ഇത്ര മണി ഇത്ര സമയത്ത് ഒരു ബോംബ് ത്രെട്ട് ഉണ്ടാവാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ബോംബ് എക്സ്പ്ലോഷൻ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് ഇൻഫോർമേഷൻ കിട്ടാറുണ്ട്. ഓക്കെ, പിന്നെന്താണ് ഫ്ലഡ് അറിയാതെ വെള്ളപ്പൊക്കമാണ്, എയറോപ്ലെയിൻ ആക്സിഡൻസ്, എയർപ്ലെയിൻ ക്രാഷസുകൾ. ദെൻ റൊണാൾഡോ എന്താണ്? റൊണാൾഡോ കേട്ടിട്ടുണ്ടോ? ചുഴലിക്കാറ്റാണോ? യെസ്, ചുഴലിക്കാറ്റ്. ദെൻ സുനാമി, എർത്ത്ക്വേക്ക്, ഭൂമികുലുക്കം. ദെൻ മാൻമെയ്ഡ് ഡിസാസ്റ്റർ ലൈക്ക് റൈറ്റ്സ്, നമ്മുടെ കമ്മ്യൂണൽ റൈറ്റ്സ് കണ്ടിട്ടില്ല നമ്മള്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് വരുന്ന വർഗീയ കലാപങ്ങള്, അതൊക്കെ വർഗീയ കലാപങ്ങളാണ്. അതാണ് റൈറ്റ്സ് എന്ന് സൂചിപ്പിക്കുന്നത്. റൈറ്റ്സിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, RIOTS ആണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സിൽ ഉൾപ്പെടുന്നതാണ്. ട്രെയിൻ ആക്സിഡൻസ് മുതൽ മാൻമെയ്ഡ് ഡിസാസ്റ്റർ ലൈക്ക് റൈറ്റ്സ് വരെ എന്തൊക്കെയാണ്? വർഗീയ കലാപങ്ങൾ വരെ എന്തിൽ ഉൾപ്പെടുത്താം? നമുക്ക് എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സിൽ ഉൾപ്പെടുത്താം. ഇനി ഇന്റേണൽ ഡിസാസ്റ്റേഴ്സ് നോക്കൂ. ബോംബ് ത്രെറ്റ്, ഫയർ, മെഡിക്കൽ ഗ്യാസ് ലീക്കേജ്. ഓക്കെ, ഇന്റേണൽ ഡിസാസ്റ്റേഴ്സിൽ വരുന്നതാണ് എന്തൊക്കെയാണ്? ബോംബ് ത്രെറ്റ്, ഫയർ ആൻഡ് മെഡിക്കൽ ഗ്യാസ് ലീക്ക്. ഓക്കെ, ഇതല്ലാതെ കുറെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ, കാണാതെ ഒന്ന് പഠിച്ചു വെക്കണേ. രണ്ടും ക്ലിയർ ആണല്ലോ? ഇനി നമ്മുടെ മേജർ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. മേജർ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ്, ഏറ്റവും പോപ്പുലർ ആയിട്ട് നടന്നിരുന്ന ഡിസാസ്റ്റേഴ്സിനെ കുറച്ച് പേരുകൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. സിലബസിൽ കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ പ്രാവശ്യം ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ദുരന്തമാണ്. എന്നാണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് ആ സംഭവത്തിന് എത്ര പേര് അഫക്റ്റഡ് ആയിട്ടുണ്ടെന്ന് നോക്കൂ. എത്ര പേരാണ് അഫക്റ്റ് ആയിരിക്കുന്നത്? 2 lakh പീപ്പിൾസ് അല്ലെ. 3000 പേർക്ക് എന്താണ് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, 2 ലക്ഷം പേരാണ് അത് അഫക്റ്റഡ് ആയത് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയിൽ. Then cyclone in Andhra Pradesh and Orissa at interval of every 2 years climbed at 25,000 waves. കോംപ്ലക്സ് ഓട്ടോമൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ, അതും ഒരു ബോംബ് ത്രെട്ടിൽ വരാം. നമ്മള് ഏതെങ്കിലും വലിയ കോംപ്ലക്സുകൾ കംപ്ലീറ്റ് തീപിടുത്തത്തിൽ എന്താ പറയാ, കോംപ്ലക്സ് നമ്മൾ മലയാളം എന്താ പറയാ, വലിയ ബിൽഡിങ്സുകളൊക്കെ തീ പിടിക്കാറില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ. ഇപ്പൊ ബിൽഡിങ്സിന്റെ എന്തെങ്കിലും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ വർക്കിന്റെ പരിമിതി മൂലമോ എന്തെങ്കിലും ബിൽഡിങ്ങുകൾക്ക് തകർന്ന് വീഴാറുണ്ട്. ഇപ്പൊ ഭൂമികുലുക്കം പോലും ഇല്ലാതെ തന്നെ എന്താണ് എന്തെങ്കിലും മെയിൻ്റനൻസ് പ്രോബ്ലം വെച്ചിട്ട് ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഇപ്പൊ 2-3 ഫ്ലാറ്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഫ്ലാറ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് എന്തെങ്കിലും പണികളോട്, അതായത് അത് തയ്യാറാക്കിയ സമയത്ത് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അതെന്താണ് എന്തെങ്കിലും തരത്തിലുള്ള ചിലപ്പോ ഒരു വിള്ളല് മാത്രമായിരിക്കും ആദ്യം വരുന്നത്, പിന്നീട് ഒരു ദിവസം പണിത് തകർന്നു വിടാനായിട്ട് സാധ്യതയുണ്ട്. ഫ്ലാറ്റ് മാത്രമല്ല, ഇതുപോലെ വലിയ കോംപ്ലക്സുകൾ, വലിയ ഒരുപാട് ഷോപ്സുകൾ കൂടുന്നത്, നമ്മുടെ മാളൊക്കെ പറയാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ മാൾസുകളൊക്കെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. തകർന്നു വീഴുന്നത് ചിലപ്പോ ഒരു ഭാഗമായിരിക്കും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് തകർന്നില്ലാതാവാം, അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, യെസ്. സൈക്ലോൺ ഇൻ ആന്ധ്രാപ്രദേശ്. സൈക്ലോൺ എന്താണ്? സൈക്ലോൺസ് ചുഴലിക്കാറ്റ്. അതെവിടെയാണ്? ആന്ധ്രാപ്രദേശ്, ഒറീസ അറ്റ് ഇന്റർവൽ ഓഫ് എവറി 2 years. അതായത് every 2 years എന്ത് സംഭവിക്കാറുണ്ട്? ചുഴലിക്കാറ്റ് സംഭവിക്കാൻ 25,000 പേരുടെയും ജീവിതം അവിടെ നഷ്ടപ്പെടാറുണ്ട്. ആന്ധ്രാപ്രദേശിലെയും ഒറീസയിലാണ് ഏറ്റവും വലിയൊരു ചുഴലിക്കാറ്റായിട്ട് നമ്മൾ ഏറ്റവും മേജർ ഡിസാസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. Then earthquake in Latur in Maharashtra at 1993. earthquake എവിടെയാണ് സംഭവിച്ചത്? ലാറ്റൂർ ഇൻ മഹാരാഷ്ട്രയിൽ ലാറ്റൂരിൽ സംഭവിച്ച 1993 ലാറ്റൂരിൽ സംഭവിച്ച എർത്ത് ആണ് ഏറ്റവും വലിയൊരു ഭൂമികുലുക്കമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. Then സുനാമി, സദേൺ ഇന്ത്യ കോസ്റ്റ് ലൈൻ 26 December 2004. നമുക്കറിയാലോ എത്ര പേരാണ് മരിച്ചു? യെസ്, 26 December 2004 നമുക്ക് സുനാമി സംഭവിച്ചില്ലേ സദേൺ ഇന്ത്യയിലെ. ഏകദേശം 2 ലക്ഷം പേർക്കെങ്കിലും എന്താണ് ദിവസത്തിന് മേലെ പേർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? വീടുകൾ നഷ്ടപ്പെട്ടു. 27 ലക്ഷം പേരെ അത് അഫക്ട് ചെയ്തു. ഓക്കെ, യെസ്.
ഇത് നിങ്ങൾ ഓർത്ത് വെക്കുമ്പോ ഈ വർഷം ഒന്നും ഓർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ സ്ഥലങ്ങളുടെ പേരൊന്നും ഓർത്ത് വെക്കാം കേട്ടോ. ഹൈദരാബാദ് പ്ലെയിൻ ക്രാഷ് ഇപ്പൊ നമ്മൾക്ക് ഈ മേജർ ഡിസാസ്റ്ററിൽ പറയാം അല്ലെ. ഹൈദരാബാദിൽ നടന്ന പ്ലെയിൻ ക്രാഷില് എത്ര പേരാണ് മരണപ്പെട്ടത്? അതില് ഓർക്കുന്നുണ്ടോ? 200 എബോ ഉണ്ടായി തോന്നില്ലേ? 89 ആണോ? 89 പേരാണോ മരിച്ചത്? ഇല്ല, ഇതിൽ കൂടുതൽ പേര് മരിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ അതും ഒരു മേജർ ഡിസാസ്റ്റർ ആയിട്ട് നമുക്ക് പറയാം. നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇത് എത്ര പേര് മരിച്ചു എന്നുള്ളതല്ല, ആ പേര് മേജർ ഡിസാസ്റ്ററിന്റെ പേരുകളും അത് ഏത് സ്ഥലമാണെന്ന് മാത്രമാണ് ഓർത്ത് വെക്കുക കേട്ടോ. ഗ്യാസ് ട്രാജഡി എവിടെയാണെന്ന് അറിയാലോ, ഭോപ്പാലിലാണ് ഗ്യാസ് ട്രാജഡി നടന്നിരുന്നത്. സൈക്ലോൺ ആന്ധ്രാപ്രദേശ് ആൻഡ് ഒറീസ, എർത്ത് ലറ്റൂരിൻ മഹാരാഷ്ട്ര, സുനാമി സദേൺ ഇന്ത്യ കോസ്റ്റ്. ഓക്കെ, അത് മാത്രം നോക്കി വെച്ചാൽ മതി കേട്ടോ. ബാക്കി എത്ര പേര് മരിച്ചു എന്നുള്ളത് അഫക്ട് ചെയ്തതൊന്നും പഠിക്കണ്ട. ഡിസാസ്റ്റർ പാരഡിഗം. ഡിസാസ്റ്റർ പാരഡിഗം എന്താണ്? ഡിസാസ്റ്ററിന്റെ മാതൃക. അതിൽ ഓരോ ലെറ്റേഴ്സും എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, നമുക്ക് ഓരോ ലെറ്റേഴ്സ് നോക്കാം. D for detection, I for incident command, S for safety and security, A for assess hazardous, and S for support, T for triage and treatment, E for evacuation, R for recovery. Okay, disaster ഇത്രയും ഒരു മീനിങ് ഉണ്ടായിരുന്നു അല്ലെ. ടി എന്താണ്? ഡിറ്റക്ഷൻ, എന്താണ്? കണ്ടെത്തുക അല്ലെ, എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത് ഡിറ്റക്ട് ചെയ്യുക. Then incident command. ഇൻസിഡന്റ് കമാൻഡ്. ഇൻസിഡന്റ് കമാൻഡ് എന്താണ്? റെസ്പോൺസ് ആണ് ശരിക്കും പറഞ്ഞാൽ. നടന്നിരിക്കുന്ന സംഭവത്തോട് നമ്മൾ കമാൻഡ് ചെയ്യണം, എന്താണ് അവിടെ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത്. യെസ്, അഹമ്മദാബാദില് ശരിയാണ്, ഞാൻ പറഞ്ഞില്ലേ 200 എബോ ആൾക്കാർ മരിച്ചിട്ടുണ്ടായിരുന്നു, 242 പേര് മരിച്ചു. ഇറ്റ്സ് വെരി ഗുഡ്, താങ്ക് യു. ഇനി സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്താണ്? S for safety and security, സുരക്ഷയും സുരക്ഷ ഉറപ്പുവരുത്തല്. Then assess hazards. Assess hazards എന്താണ്? ഏത് അപകടങ്ങളാണ്? അപകടങ്ങൾ വിലയിരുത്തൽ അല്ലെ, assess hazards. Then S for support. S for support. Support എന്താണ്? അപകടം പറ്റിയവരെ നമ്മള് ഹെൽപ്പ് ചെയ്യുക അല്ലെ, അപകടം പറ്റിയ അല്ലെങ്കിൽ അഫക്ട് ചെയ്യപ്പെട്ടവരെ നമ്മൾ എന്താണ് അവർക്കൊരു ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവരെ രക്ഷിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് മീൻസ് സപ്പോർട്ട് എന്ന് പറയുന്നത്. Then T for triage and treatment. T for triage and treatment. എന്താണ് triage and treatment എന്ന് പറയുന്നത്? triage നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്? triage വേസ്റ്റ് ആണോ? ഒരിക്കലും അല്ല. നമ്മള് ട്രയേജ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ സോർട്ട് ചെയ്യാന്നാണ് പറയുന്നത്. അതായത് സിവിയറിറ്റി അനുസരിച്ച് ഏത് പേഷ്യൻസിനാണോ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തിരിക്കുന്നത് ആൾക്കാർക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതാണ്. അതിനുശേഷം അല്ലെങ്കിൽ ഇപ്പൊ 10 പേര് അവിടെ ആക്സിഡന്റ് പറ്റി കിടക്കുകയാണെങ്കിൽ എന്താണ് 10-ല് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഏറ്റവും സിവിയറിറ്റി ആർക്കാണെന്നുള്ളത്. അങ്ങനെ എന്ത് ചെയ്യും? നമ്മളെ എമർജൻസി സിറ്റുവേഷൻസിൽ അവർക്കാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത്. അതായത് സിവിയറിറ്റി അനുസരിച്ച് നമ്മൾ പേഷ്യൻസിനെ കാറ്റഗറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? ട്രയേജ് ആൻഡ് ട്രീറ്റ്മെന്റ്. എന്നിട്ട് അവരെ തരം തിരിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ ഡിലേ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നവർക്ക് അതിന് പിന്നീടുള്ള പരിചരണം കൊടുക്കാറുണ്ട്. പക്ഷെ ഫസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് എന്താണ് നമ്മൾ ആദ്യം തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ പേഷ്യൻസിനെ സോർട്ട് ഔട്ട് ചെയ്യുന്ന ഒരു പരിപാടി, ഒരു പ്രോസസ് ആണ് എന്താ ട്രയേജ് എന്ന് പറയുന്നത്. ട്രയേജ് ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ട്രയേജ് എന്താണ്? പല ചാപ്റ്റേഴ്സിലും ട്രയേജ് പഠിക്കും. E for evacuation. E for evacuation എന്താണ്? ട്രയേജ് ആൻഡ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവാക്യുവേറ്റ് ചെയ്ത് ആ പ്രദേശം എന്താണ് ഒഴിപ്പിക്കുകയാണ് അല്ലെ. ആ പ്രദേശത്ത് എല്ലാം നീക്കം ചെയ്തതിനു ശേഷം ആ പ്രദേശം കാലിയാക്കുകയാണ്. Then റിക്കവറി. റിക്കവറി എന്താണ്? പഴയ പോലെ നമ്മള് വീണ്ടെടുക്കുകയാണ് അല്ലെ. റിക്കവറി എന്ന് വെച്ചാൽ എന്താണ്? വീണ്ടെടുക്കുകയാണ്. ഓക്കെ, ഡിസാസ്റ്റർ പാരഡൈമിൽ ഓരോ ലെറ്റേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ.
എസ് പറഞ്ഞല്ലോ നമ്മള്. എസ് ഫോർ സപ്പോർട്ട്. അതേ ഇവിടെ PDF ഇവിടെ കിടപ്പുണ്ട് കണ്ടോ. എസ് ഇവിടെ കിടപ്പുണ്ട്. ഡി എന്താണ്? ഡിറ്റക്ഷൻ. ഐ ഫോർ ഇൻസിഡന്റ് കമാൻഡ്. എസ് ഫോർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. എ ഫോർ അസസ് ഹസാർഡ്. എസ് ഫോർ സപ്പോർട്ട്. T for triage and treatment. E for evacuation and R for recovery. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ട്രയേജ് ടി എന്താണെന്നാണ് ചോദിക്കാറ് കേട്ടോ മിക്ക ക്വസ്റ്റ്യൻസിലും. എയുടെ വരിയിൽ നോക്കാനാ. എയുടെ വരിയുടെ കൂടെ തന്നെ എസ് കിടപ്പുണ്ടോ PDF-ല്. കണ്ടോ കണ്ടോ. അതായത് പ്രിന്റിംഗിൽ ഇങ്ങനെ കയറി വന്നിരിക്കുന്നതാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. എസ് താഴെയായിട്ടാണോ അല്ലെങ്കിൽ എസ് എയുടെ കൂടെയാണോ? ഓക്കെ, എയുടെ കൂടെയാണോ? കുഴപ്പമില്ല. അപ്പൊ ഒരു കോമയുടെ അല്ലെങ്കിൽ ഒരു സ്ലാഷ് ഇട്ടൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഡിസാസ്റ്റർ പാരഡിഗം, ഡിസാസ്റ്റർ മാതൃക എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഓരോ ലെറ്റേഴ്സ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നതെന്ന് അറിയാമോ? ക്ലിയർ ആണോ? യെസ്. ഇവിടെ വരെ നമ്മൾ പറഞ്ഞത് കോമൺ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ് അല്ലെ. പൊതുവായിട്ട് നടക്കുന്ന ദുരന്തങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ മാനേജേഴ്സിനെ കുറിച്ചുള്ള ഏതൊക്കെ ടൈപ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഈ മേജർ ആയിട്ട് നടന്ന ദുരന്തങ്ങളെ പറഞ്ഞു. ഇനി നമ്മൾ ഹോസ്പിറ്റൽ സിറ്റുവേഷൻസിലേക്ക് വരികയാണ്. ഓക്കെ, ഹോസ്പിറ്റൽ സിറ്റുവേഷൻസിലേക്ക് വരുമ്പോ എന്തിനാണ് ഒരു ഹോസ്പിറ്റലില് എമർജൻസി അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിന്റെ ആവശ്യകതയുണ്ടോ? Need for disaster management plan in hospitals. നമുക്കറിയാം ഒരു ബ്രീഫായിട്ട് പറയണ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാല് ഹോസ്പിറ്റലിലേക്ക് ഒരാളല്ല എത്തിച്ചേരുന്നത് അല്ലെ. ഹോസ്പിറ്റലിലേക്ക് ഒരാളാണോ എത്തിച്ചേരുന്നത്? ഒരിക്കലും അല്ല അല്ലെ. പേഷ്യൻസിന്റെ ഓവർഫ്ലോ ആയിരിക്കും അല്ലെ. ആ ഒരു സമയത്ത് പേഷ്യൻസിന്റെ ഓവർഫ്ലോ ആണ് സംഭവിക്കുന്നത്. അത്തരം സിറ്റുവേഷൻസിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം മതിയായ റിസോഴ്സസ് ഉണ്ടാവണമെന്നില്ല അല്ലെ. നമ്പർ ഓഫ് പേഷ്യൻസ് കൂടുതൽ. ഓവർഫ്ലോ മീൻസ് എന്താണ്? നമുക്ക് അമിതമായ ഒഴുക്കായിരിക്കും പേഷ്യൻസിന്റെ. ആ സമയത്ത് ആവശ്യത്തിലധികം റിസോഴ്സസ് ഉണ്ടാവണമെന്നില്ല അല്ലെ. പരിമിതമായ റിസോഴ്സസ് നമുക്ക് കുറച്ചു പേരെ ചിലപ്പോൾ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിന്റെ അപാകത മൂലം അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത മൂലം ചില പേഷ്യൻസ് മരണപ്പെട്ടെന്ന് വരാനുള്ള സാധ്യതയുമില്ല അല്ലെ. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് പേഷ്യൻസിന് എന്താണ് റെഫർ ചെയ്ത് അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റലിലേക്ക് വിടും. അതായത് ഇവിടെ റിസോഴ്സസ് അവൈലബിൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ മതിയായ സ്റ്റാഫുകളുടെ പരിമിതി കൂടെ അല്ലെ. ആവശ്യത്തിന് സ്റ്റാഫുകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതേപോലെ വിഭവങ്ങൾ ഉണ്ടാവില്ല, മെഡിസിൻസ് ഉണ്ടാവില്ല, മറ്റ് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മള് ആ ഒരു സിറ്റുവേഷൻസിൽ കുഴഞ്ഞു പോകുന്ന ഒരു സംഭവമാണ് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ് ഹോസ്പിറ്റൽ സേവനം എന്ന് പറയുന്നത് നമ്മൾ 24 hours കൊടുക്കുന്ന ഒരു ആഴ്ചയില് 24 hours കൊടുക്കുന്ന സേവനമാണ് നമ്മൾ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഹോസ്പിറ്റൽ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ. നമ്മുടെ ഹെൽത്ത് കെയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽസ് ആണ്, ആശുപത്രികളാണ് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾസ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. Hospital responsible for saving lives. They also provide 24/7 emergency care services and hence the public receives the main resources for diagnosis, treatment and follow-up for both physical and psychological care. നമ്മുടെ ഹോസ്പിറ്റൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുക അല്ലെങ്കിൽ 24 മണിക്കൂർ ഓർക്കുള്ള എമർജൻസി പരിചരണം അല്ലെങ്കിൽ എമർജൻസി എന്ത് ട്രീറ്റ്മെന്റിനാണോ പേഷ്യൻസ് വരുന്നവർക്ക് ആ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക, നല്ല രീതിയിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് പബ്ലിക് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? നല്ല രീതിയിലുള്ള ഡയഗ്നോസിസ് നമുക്ക് വേണം അല്ലെ. നല്ല രീതിയിൽ നമ്മളൊരു ട്രീറ്റ്മെന്റ് ചെയ്യണം. നമുക്ക് ഫിസിക്കൽ ആൻഡ് മെന്റലി നമുക്ക് നല്ല രീതിയിൽ ഒരു ഹോസ്പിറ്റൽ നല്ല സർവീസ് തന്നാൽ മാത്രമേ എന്താണ് നമുക്ക് നമ്മുടെ രോഗശമനത്തിന് കൂടുതൽ സപ്പോർട്ടീവ് ആവുള്ളൂ. അപ്പൊ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ലൈഫ് സേവ് ചെയ്യുക എന്നുള്ളതാണ്. 24 മണിക്കൂർ അവർ സേവനം തരുന്നുണ്ട്. പക്ഷെ ഒരു എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ hospital extend emergency care and hence when a disaster hits the society falls back upon the hospital to provide instant secure in the form of emergency medical care.
ഇനി ഒരു മെഡിക്കൽ സിറ്റുവേഷൻസ് വന്ന എമർജൻസി സിറ്റുവേഷൻസ് വന്നാൽ അതായത് ഡിസാസ്റ്റർ സംബന്ധിച്ച് ഒരുപാട് പേഷ്യൻസിനെ നമ്മളിവിടെ കൊണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ഒരു സൊസൈറ്റിയിലുള്ള ഒരു മിക്ക ആൾക്കാരും എന്താണ് ആളുകളെ നമ്മുടെ പേഷ്യൻസിനെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് അവർക്ക് എമർജൻസി മെഡിക്കൽ കെയർ കൊടുക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്രൂഷ്യൽ റോളാണ്. എന്തുകൊണ്ടാണ് അത് ക്രൂഷ്യൽ റോളാണെന്ന് പറയുന്നത്? പെട്ടെന്ന് ഒരു ദിവസം ഇത്തരത്തിലൊരു ഡിസാസ്റ്റർ സംഭവിച്ച് പേഷ്യൻസിന്റെ ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എല്ലാ പേഷ്യൻസിനും ഒരേപോലെ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. എന്തുകൊണ്ടാണ്? പേഷ്യൻസിന്റെ എണ്ണം കൂടുതലായത് കൊണ്ട്, അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന എന്താണ് ഹോസ്പിറ്റലിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിന്റെ ആവശ്യകത എന്താണെന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പൊ അതൊന്നും ഇല്ലെങ്കിലുള്ള സിറ്റുവേഷൻസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇത്രയും പീപ്പിൾ വന്ന് ഇത്രയും പേഷ്യൻസ് വന്നെങ്കിൽ നമുക്ക് അവർ കെയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെ? എന്തുകൊണ്ടാണ്? Whenever a hospital or a healthcare facility is met by a situation where it has to provide care to large number of patients in limited time, okay, then which is beyond its normal capacity constitute a disaster for the said hospital. എന്താണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അല്ലെ, പെട്ടെന്ന് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് പേഷ്യൻസ് വരികയാണെങ്കിൽ, അതായത് എണ്ണത്തിൽ കൂടുതൽ നമ്മൾ വിചാരിക്കാത്ത എണ്ണത്തിൽ കൂടുതൽ പേഷ്യൻസ് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് അത് നമ്മൾ ഹോസ്പിറ്റലിന് കപ്പാസിറ്റി ഉണ്ട്, നോർമൽ കപ്പാസിറ്റി ഉണ്ട്, ഇത്രയും പേരെ ചികിത്സിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിൽ കൂടുതൽ കടന്നു പോയാൽ എന്താണ് നമുക്കത് ട്രീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. നോർമൽ കപ്പാസിറ്റിയിൽ നിന്ന് കൂടുതലായി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അതിനെ മാനേജ് ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ a disaster for hospital is a temporary lack of resources which is caused owing to sudden influx of unexpected patient load. നമ്മൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കറിയാം ഹോസ്പിറ്റൽ ടെമ്പററി റിസോഴ്സസ് ആണ്, അല്ലെങ്കിൽ വിഭവങ്ങൾ പരിമിതമായിട്ട് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള റിസോഴ്സസ് മാത്രം അവിടെ ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ അത് റിസോഴ്സസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അൺഎക്സ്പെക്ടഡ് പേഷ്യന്റ് ലോഡ് സംഭവിച്ചിരിക്കുകയാണ്, അല്ലെ? അൺഎക്സ്പെക്ടഡ് ആയിട്ട് പേഷ്യൻസിന്റെ ഓവർഫ്ലോ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് എല്ലാവരെയും ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഗീവ് ദ ഓപ്പർച്യൂണിറ്റി ടു പ്ലാൻ, prepare and when needed enables a rational response in the event of disaster or mass casualty incidents. അപ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയല്ലേ, പെട്ടെന്ന് ഇത്രയും പേഷ്യൻസിന് വന്നാൽ നോക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായ സ്ഥിതിക്ക് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽസ് ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടത്. അതായത് ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാല് അല്ലെങ്കിൽ മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ്, പെട്ടെന്നുള്ള എമർജൻസി ഇൻസിഡൻസുകൾ ഉണ്ടായി കഴിഞ്ഞാല് നമ്മൾ അതെങ്ങനെ മാനേജ് ചെയ്യണം? അതിനുവേണ്ടി ഹോസ്പിറ്റൽസ് എന്ത് ചെയ്തിരിക്കണം? വ്യക്തമായൊരു പ്ലാൻ, അല്ലെ? ശരിക്കും പറഞ്ഞതൊരു മോക്ക് ഡ്രില്ലാണ്. ഇവര് നേരത്തെ പ്രിപ്പയർഡ് ആയിരിക്കാം. അതായത് ഡിസാസ്റ്റർ സംഭവിച്ചാൽ നമ്മൾ എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെയാണ് റെഡി ആവേണ്ടത് അതുമായി ബന്ധപ്പെട്ട് പ്ലാൻ ഉണ്ടായിരിക്കണം, പ്രിപ്പയർ ആവണം. ആൻഡ് when needed enables rational response in the event of disasters, mass casualty incidents. അതായത് MCI എന്ന് പറയുന്നത് എന്താണ്? മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ് അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സ്. നമുക്ക് പെട്ടെന്ന് സംഭവിക്കുന്ന ഇൻസിഡൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പ്രിപ്പയർഡ് ആവണമെങ്കിൽ എന്താണ്? വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം. അത് മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അവര് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, യെസ്. അപ്പൊ അണ്ടർലൈൻ ചെയ്തേ മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാട്ടോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? ഇല്ലെങ്കിൽ ഒന്ന് ചോദിക്കണം കേട്ടോ. ഇനി ഹോസ്പിറ്റലെ സംബന്ധിച്ചിടത്തോളം ഡിസാസ്റ്റേഴ്സും മാസ് കാഷ്വാലിറ്റി ആയിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ എന്താണ്? ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള കൺഫ്യൂഷൻസ് ആണ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്, അല്ലെ? ഡിസാസ്റ്റേഴ്സ് ആൻഡ് mass casualty can lead to great confusion and inefficiency in the hospitals. They can overwhelm the hospital resources, spaces and or supplies. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് മതിയായ റിസോഴ്സസ്, മതിയായ സ്റ്റാഫുകൾ ഇല്ല, അല്ലെങ്കിൽ സ്പേസസ് ഇല്ല, സപ്ലൈസസ് ഇല്ല, അല്ലെങ്കിൽ എന്താണ് പല ജീവനുകളും നഷ്ടപ്പെടുകയും ചെയ്യും. പലർക്കും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സിറ്റുവേഷൻസ് വരാനും സാധ്യതയുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ലാക്ക് ഓഫ് എനി ടാൻജിബിൾ പ്ലാൻ ടു ഫോൾ ബാക്ക് അപ്പോൺ ഇൻ ടൈംസ് ഓഫ് ഡിസാസ്റ്റർ leads to a situation where there are many sources of command
many leaders, and no united efforts to solve the problem. Therefore, it is necessary that all hospital emergency plans have the primary features of defining the command structure in their hospital. അപ്പൊ നമ്മള് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? സിറ്റുവേഷൻ, പ്രത്യേകിച്ച് മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസുകൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് നമുക്കത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എന്താണ്? അതിന് വ്യക്തമായിട്ടുള്ളൊരു എന്തുണ്ടായിരിക്കണം? എമർജൻസി പ്ലാൻ തയ്യാറാക്കണം. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ടും എമർജൻസി സിറ്റുവേഷൻസിൽ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു പ്ലാനിങ് അവർ തയ്യാറാക്കേണ്ടതുണ്ട്. ഓക്കെ, ദെൻ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഡിസാസ്റ്റർ സെനാരിയോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറയില്ലേ? സ്ക്രിപ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും? എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ്, എപ്പോഴാണ്, എവിടെ നിന്നാണ് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വരുന്നൊരു ഡിസാസ്റ്റർ സെനാരിയോ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതായത് ആരൊക്കെയാണ് ഏതൊക്കെ ജോബാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ സ്റ്റാഫുകൾ എവിടെ വർക്ക് ചെയ്യണം, ഏതൊക്കെ സപ്ലൈസ് എപ്പോൾ എടുക്കണം, ഏതൊക്കെ എമർജൻസി സിറ്റുവേഷൻസ് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ്, ഏതൊക്കെ മെഡിസിൻസ് ആണ് അവൈലബിൾ, വാട്ടർ സപ്ലൈസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എത്ര പേരെ ബെഡ് കപ്പാസിറ്റി സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇത് ഹോസ്പിറ്റലിലെ എല്ലാ പരിസരവും നമ്മൾ യൂസ് ചെയ്യും അല്ലെ? അപ്പൊ അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം ഒരു പ്ലാനിങ് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ മൊത്തത്തിൽ തന്നെ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? പ്രിപ്പയർഡ് ആവാനുള്ള ഒരു ഡിസാസ്റ്റർ സിനാരിയോ അല്ലെങ്കിൽ എന്താണ് ഒരു എമർജൻസി പ്ലാനിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, എമർജൻസി പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എമർജൻസി പ്ലാനിൽ വരുന്നത്. ദെൻ മാത്രമല്ല, ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് ഡിസാസ്റ്റർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് റെസ്പോൺസ് കോഡുകൾ ഉണ്ടാവും അല്ലെ? പല കളേഴ്സിലുള്ള റെസ്പോൺസ് കോഡുകൾ ഉണ്ടാവും. നമ്മൾ ലാസ്റ്റ് പഠിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് കാർഡിയാക് അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് ഏത് കളർ കോഡാണ് യൂസ് ചെയ്യുന്നത്? കാർഡിയാക്കിൽ എന്താണ് നമ്മള് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ കോഡ് ബ്ലൂ ആണ്. അതേപോലെ ചൈൽഡ് മിസ്സിംഗ് ആവുന്ന സമയത്ത് കോഡ് പിങ്ക് ആണ്. അങ്ങനെ പിന്നെ ഫയർ സംഭവിക്കുന്ന സമയത്ത് എന്താണ്? കോഡ് റെഡ് ആണ്. ഈ അലേർട്ട് ബട്ടൺസ് ഒക്കെ ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് അവര് ഓൺ ചെയ്യുകയോ അത് ആ ബട്ടൺസ് ക്ലിക്ക് ചെയ്യും. ആ സമയത്ത് എന്താണ്? എല്ലാവരും എന്താണ് ഈ പ്ലാനിന് വേണ്ടി, ഈ പ്ലാൻ അവർക്ക് തന്നിരിക്കുന്ന ജോലി അവരെന്താണ് ആക്ടിവേറ്റഡ് ആയിട്ട് അവിടെ ചെയ്യാണ്. ഓക്കെ, മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. എമർജൻസി സിറ്റുവേഷൻസിൽ ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി പ്ലാൻ ഉണ്ടായിരിക്കും, ഏതൊക്കെ സ്റ്റാഫുകൾ എന്തൊക്കെ ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടത്. ദെൻ ഈ പ്ലാൻ ആക്ടിവേറ്റഡ് ആക്കുന്നത് എന്താണ്? ആ ബട്ടൺസ്, ഏത് കളർ കോഡാണോ ആ ബട്ടൺസ് ഓപ്പൺ ചെയ്തിട്ടായിരിക്കും നമ്മളത് ആ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമ്മൾ എമർജൻസി പ്ലാൻ തയ്യാറാക്കി എന്ന് വിചാരിക്കാം. ഹോസ്പിറ്റലിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവാൻ പോണേ അതിന്റെ എമർജൻസി പ്ലാൻ തയ്യാറാക്കി എന്ന് വിചാരിക്കും. അപ്പൊ എന്താണ്? നോക്കൂ, ഫേസസ് ഓഫ് ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ എന്താണ്? 3 ഘട്ടങ്ങളുണ്ട്. ഒന്ന് പ്രീ ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്റർ ഫേസ് ആൻഡ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ പ്ലാനില് ഇപ്പൊ നമ്മൾ തയ്യാറാക്കിയ പ്ലാനില് ഈ ഓരോ ഫേസിലും നമ്മൾ അല്ലെങ്കിൽ സ്റ്റാഫുകള് ചെയ്യേണ്ട ഡ്യൂട്ടീസ് വരുന്നുണ്ട്. അപ്പൊ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്താണ്? ഇവാലുവേറ്റ് റിസ്ക് ആൻഡ് ട്രെയിൻ പീപ്പിൾ ഫോർ ഡിസാസ്റ്റർ ഹിറ്റ്സ്. നമ്മൾ ആദ്യം ഡിസാസ്റ്റർ തൊട്ട് മുമ്പുള്ള ഫേസിൽ എന്തൊക്കെ റിസ്ക് ആണ് സംഭവിച്ചിട്ടുള്ളത്, അതെങ്ങനെയായിരിക്കും നമ്മൾ ഡീൽ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യത്തേൽ വരുന്നത്. ഡിസാസ്റ്റർ ഫേസ് അതായത് ഒരു ദുരന്തം നടന്ന് സംഭവിച്ച ഈ പേഷ്യൻസിനെ കൊണ്ടുവന്ന ശേഷം നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? പീരിയഡ് വെൻ എ ഡിസാസ്റ്റർ ഇസ് ഡെവലപ്പിംഗ്, അതായത് ആ ദുരന്തം അതിന്റെ മൂർധനാവസ്ഥയിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ആണ് ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്. ദെൻ പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് എന്താണ്? ഡിസാസ്റ്ററിന് ശേഷം, അതായത് പേഷ്യൻസിന്റെ ഒക്കെ ചികിത്സയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്താണ് ഈ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ബട്ടൺസ് നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അവസാനിപ്പിച്ചു എന്നൊരു ഘട്ടം വരുന്നുണ്ട്. അതും അവസാനിപ്പിക്കുന്നത് എന്തുകൂടിയായിരിക്കും? അതും ഒരു അനൗൺസ്മെന്റ് കൂടിയിട്ടായിരിക്കും. അപ്പൊ ഇത്തരം രീതിയിലാണ് ഇതിന്റെ ഒരു പ്ലാനിങ് വരുന്നത്. ഓക്കെ, ഹോസ്പിറ്റലിൽ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിന് വ്യക്തമായ പ്ലാൻ ചെയ്യും, വ്യക്തമായ കളർ കോഡ് കൂടിയിട്ടാണ് നമ്മൾ ആ റെസ്പോൺസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, ഡിസ്ക്രിപ്ഷൻസ് ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസിന്റെ പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പറയാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എടുത്ത് അത്രയും ഒന്ന് വായിക്കുക കേട്ടോ. പ്രത്യേകിച്ച് നീഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഇൻ ഹോസ്പിറ്റൽസ്. ഒരു ഹോസ്പിറ്റലില് ഇങ്ങനെ ഒരു പ്ലാൻ എന്തിനാണെന്നുള്ളത് മനസ്സിലായത് നിങ്ങൾക്ക്? പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും?
പലരുടെ ജീവൻ നഷ്ടപ്പെടും, പലർക്കും ട്രീറ്റ്മെന്റ് കൊടുക്കാത്ത സിറ്റുവേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ജീവൻ നഷ്ടപ്പെടുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. പലർക്കും ജീവൻ നഷ്ടപ്പെടും ഇത്തരത്തിൽ സിറ്റുവേഷൻസ്. ക്ലിയർ ആണല്ലോ? എടുത്തത്രയും വായിച്ചു നോക്കണം കേട്ടോ. എടുത്തത്രയും വായിച്ചു നോക്കുക, കുറച്ചുകൂടി ഇത് മനസ്സിലാവും. താങ്ക് യു. ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നില്ല. ശരി കേട്ടോ, ബൈ.